ഹേ ഗൈസ്, വെൽക്കം ടു ദ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണ് Node.js ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഡൗൺലോഡ് Node.js എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു ലിങ്ക് കിട്ടും ഡൗൺലോഡ് Node.js-നോട്. nodejs.org നിന്ന് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ വിൻഡോസിൻ്റെ ആണോ മാക് ആണോ ഏതാണോ വേർഷൻ ചോദിക്കും. അത് സെലക്ട് ചെയ്യുക. 62 ആണോ 32 ബിറ്റ് ആണോ ചോദിക്കുക, അത് സെലക്ട് ചെയ്യുക. പിന്നീട് ഡൗൺലോഡ് Node.js കൊടുക്കുക. ഇതിൽ LTS വേർഷനും ഉണ്ട്, കറണ്ട് വേർഷനും ഉണ്ട്. നിങ്ങൾ കറണ്ട് വേർഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന, അതായത് ടെസ്റ്റിംഗ് മോഡിലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ടെസ്റ്റിംഗ് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ LTS നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ലോങ് ടൈം സപ്പോർട്ടുള്ള വേർഷൻ ആയിരിക്കും, അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമൽ ഒരു ഡൗൺലോഡ് കിട്ടും ഇതേപോലെ. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇത് വിൻഡോസ് ആയാലും മാക് ആയാലും സെയിം ആണ്. ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ബാക്കിയെല്ലാം സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്. നെക്സ്റ്റ് കൊടുത്ത് പോവുക. ആക്സെപ്റ്റ് ചെയ്യുക ലൈസൻസ്. നെക്സ്റ്റ് കൊടുക്കുക. വീണ്ടും ഇതെല്ലാം ഡിഫോൾട്ടായിട്ട് ഇങ്ങനെയാണ് കിടന്നോട്ട്. നെക്സ്റ്റ് കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുക്കുക. ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഫിനിഷ്. ഇനി നിങ്ങൾക്ക് Node.js ഇൻസ്റ്റാൾ ആയെന്നറിയാൻ വേണ്ടി കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക. കമാൻഡ് പ്രോംപ്റ്റ് പവർ ഷെല്ല് അല്ലെങ്കിൽ നിങ്ങളുടെ ടെർമിനൽ എന്താണെന്ന് വെച്ചാൽ എടുക്കുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് നോഡ് സ്പേസ് -v എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോഡിൻ്റെ വേർഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ Node.js ഇൻസ്റ്റാൾ ആയി. ഇനി npm -v കൂടെ കൊടുക്കുക. എന്താണെന്ന് പറഞ്ഞുതരാം. npm എന്ന് പറഞ്ഞാൽ നോഡിൻ്റെ പാക്കേജ് മാനേജറാണ്. npm -v കൊടുക്കുമ്പോൾ അതിൻ്റെ പാക്കേജ് മാനേജറിൻ്റെ വെർഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗുഡ് ടു ഗോ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നോഡിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് npm എന്ന് പറയുന്നത് നോഡ് പാക്കേജ് മാനേജറാണ്. അതായത് പാക്കേജ് മാനേജർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിപ്പെൻഡൻസീസ് ലൈബ്രറീസ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാണ് പാക്കേജ് മാനേജർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മറ്റ് ലാംഗ്വേജസ് ആണെങ്കിൽ ജാവയിലാണെങ്കിൽ മാവൻ ഉണ്ട്, അതേപോലെ PHP-യിലാണെന്നുണ്ടെങ്കിൽ കമ്പോസർ ഉണ്ട്. അങ്ങനെ പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ പല ടൈപ്പ് ഓഫ് പാക്കേജ് മാനേജേഴ്സ് ഉണ്ട്. അപ്പോൾ നോഡിൻ്റെ പാക്കേജ് മാനേജറാണ് npm എന്ന് പറയുന്നത്. അപ്പോൾ npm നോഡ് പാക്കേജ് മാനേജർ ഉപയോഗിച്ചാണ് നമ്മൾ ഇതിനകത്തുള്ള ഡിപ്പെൻഡൻസികൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗുഡ് ടു ഗോ ആണ്, നിങ്ങളുടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഒരു Node.js ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് മിനിമം നിങ്ങൾ അറിയേണ്ട ജാവാസ്ക്രിപ്റ്റ് കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, അതാണ് നമ്മളടുത്ത് നോക്കാൻ പോകുന്നത്.